നമസ്കാരം. മെയ് 1 എന്ന ദിവസത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം മെയ് 1 പുതിയ മാസാരംഭമാണ് എങ്കിൽ പോലും പ്രാധാന്യം അറിയിക്കുന്നത് വ്യാഴമാറ്റത്തിനാകുന്നു. മെയ് 1 വ്യാഴമാറ്റം സംഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും നൽകുന്ന ഗ്രഹം തന്നെയാണ് വ്യാഴം. അതിനാൽ തന്നെ വ്യാഴമാറ്റം ഏവരും ഉറ്റുനോക്കുന്നതുമാണ്. വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. മഹാജ്യോതിഷികൾ പോലും പ്രവചിച്ചിരിക്കുന്നതായ കാര്യം ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ്. അത്തരത്തിൽ വ്യാഴമാറ്റത്തിലൂടെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന് മഹാജ്യോതിഷികൾ പോലും പ്രവചിച്ച ആ നക്ഷത്രക്കാർ ഇവരാകുന്നു. മാസാധ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളുണ്ട്. ഈ പൂജകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ മെയ് 1 മുതൽ സംഭവിക്കും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഈ പരാമർശിക്കുന്നത് പൊതുഫലമാണ്. എന്നിരുന്നാൽ പോലും ഒരു 70% അശ്വതി നക്ഷത്രക്കാർക്കും ഈ ഫലങ്ങൾ വന്നു ചേരാം. അതേപോലെ പരാമർശിക്കുന്ന ഏതൊരു നക്ഷത്രക്കാർക്കും 70% നക്ഷത്രക്കാർക്കും, അതായത് ആ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ ദോഷകരമായ സമയമാണ് എങ്കിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്നില്ല. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. അനുകൂലമായ ഫലങ്ങൾ തേടിയെത്തും. കൂടാതെ ഈ സമയം നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന സത്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ തേടിയെത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത, ബഹുമാനം വർദ്ധിക്കുന്നതാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതായ സമയം, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം കൂടിയാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കും എന്ന് തന്നെ പറയാം. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള ലാഭങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായുള്ള സമയം. അതിനാൽ തന്നെ നിങ്ങളുടെ ലാഭം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്ന് വരുന്നതാകുന്നു. അപൂർവമായ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും അതെല്ലാം അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതായ സമയം. എത്ര കഠിനമായ ജോലിയാണ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാണ് എന്നിരുന്നാൽ പോലും അതെല്ലാം ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ സാധിക്കുന്നതായ സമയം. പല വഴികളിലൂടെയും ധനം ലഭിക്കുക, ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം മനക്ലേശങ്ങൾ പോലും അകലുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാകുന്നു. ചിന്തിച്ച് പ്രവർത്തിക്കുക. കാരണം ഭാഗ്യം അനുകൂലമാകുന്ന സമയമാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അഥവാ മെയ് 1 മുതൽ ചില അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം പരിഹരിക്കുവാനോ അകന്നു പോകുന്നതായോ സമയമാണ്.
ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ആരംഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനും അനുകൂലമായ സമയമായി മാറും. പുതിയ ബിസിനസ് ഡീലുകൾ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പുതിയ ജോലി ലഭിക്കുക, ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുക, ജോലി മാറുവാനുള്ള അവസരം, വിദേശത്തേക്ക് ജോലിക്കായുള്ള അവസരം എന്നിവ വന്നു ചേരാം. പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാം. വളരെ അനുകൂലമായ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ജോലി ചെയ്യുന്നതായ വ്യക്തികൾക്ക് വളരെയധികം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുവാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും. സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നു ചേരാം. പൊതുവെ സമാധാനപൂർണമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് തീർച്ചയായും നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായോ അല്ലെങ്കിൽ അല്പം കൂടുതലായോ ലഭിക്കാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിലും വിഷമിക്കേണ്ടി വരില്ല. അഥവാ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ധനം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ അത്ര ശുഭകരമായ സമയമല്ല. എന്നിരുന്നാൽ പോലും വ്യാഴമാറ്റം മൂലം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാണ് എന്ന് പറയാം. ഇവർക്ക് ചില അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിൽ ആദ്യത്തേത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ അഭിനന്ദനങ്ങൾ, അതേപോലെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക, ബഹുമാനം നേടിയെടുക്കുക, സന്തോഷം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അംഗീകാരങ്ങൾ പോലും തേടിയെത്താം. ഈ സമയം സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല വഴികളിലൂടെയും വന്നു ചേരാം. പ്രണയിക്കുന്നവർക്ക് അഥവാ പ്രണയികൾക്ക് അനുകൂലമായ സമയമായി തന്നെ ഭവിക്കും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും അല്പം സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിദേശത്തേക്ക് ജോലിക്കായി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം വാക്തർക്കങ്ങൾക്ക് അല്പം സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അവിടെ നിന്നും മാറിപ്പോവുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക. പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ജീവിത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. വാഹനയോഗം വന്ന് ചേരുന്നതായ സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒരു കുതിപ്പ് പ്രകടമാകുന്ന സമയമാണ്. കഷ്ടകാലങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ച് മികച്ച സമയം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം. പോസിറ്റീവായ ചിന്തകളും പ്രതീക്ഷിക്കാം. അനുകൂലമാണ് സമയം. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്കും പൊതുവെ സമയം അത്ര അനുകൂലമല്ല. എന്നിരുന്നാൽ പോലും വ്യാഴമാറ്റം ഇവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് പ്രവചനം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഈ സമയം നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. അനാവശ്യമായ കാര്യങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന പല രീതിയിലുള്ള ടെൻഷനുകൾ ഒഴിഞ്ഞു പോകുന്നതാണ്. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന് തന്നെ പറയാം. ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഈ സമയം അനുഭവിക്കാനുള്ള സാധ്യതകൾ കുറവ് തന്നെയാകുന്നു. അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഈ നിമിഷം നിങ്ങൾ പ്രത്യേകിച്ചും ഓർത്തിരിക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം.
ഈ സമയം പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായ സമയമാകുന്നു. വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അത്തരം ജോലികൾ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബന്ധുക്കളോടൊപ്പം തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ക്ഷേത്ര ദർശനം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആത്മീയപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ധനം സമ്പാദിക്കാനുള്ള വഴികൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ സമയം എന്ന് തന്നെ പറയാം. തീർച്ചയായും ഭാഗ്യം തുണയ്ക്കുന്ന ഈ സമയം ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക. അനുകൂലമായി തന്നെ മാറും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സമയം തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വ്യാഴമാറ്റം അത്തരത്തിൽ ചില സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന് തന്നെ പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനയോഗം കടന്നു വരും. പല വിധത്തിൽ നിങ്ങൾക്ക് ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പണം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കേണ്ടതാകുന്നു. കയ്യിലുള്ള പണം കൃത്യമായി തന്നെ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ശരിയായ രീതിയിൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ജീവിതത്തിൽ സന്തോഷം നൽകുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പണം കൃത്യമായി തന്നെ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായി മികച്ച മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതായ സമയങ്ങൾ വന്നു ചേരും. ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സമയമാണ്. ജോലി കാര്യത്തിൽ നിങ്ങൾക്ക് അവസരങ്ങൾ തേടി വരും. ധനലാഭം നിങ്ങളെ തേടിയെത്തും. അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ധനസമ്പാദനത്തിന് അനുകൂലമായ സമയമാണ്. ജോലി ലഭിക്കുവാനോ ജോലി മാറുവാനോ അല്ലെങ്കിൽ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. വ്യാഴമാറ്റം നിങ്ങൾക്കും അനുകൂലം തന്നെയാകുന്നു.